അത് ഭയങ്കര വിഷമമായി. കാരണം അത് വിഷമമായെന്ന് പറഞ്ഞാൽ അവളെ കുറിച്ച് ഓർത്തിട്ടില്ല. അറിയോ എനിക്ക് റിയാസറിയുടെ എന്ത് പേജാന്നറിയോ, എന്ത് വൾഗറിറ്റിയാ ചെയ്യണത്. കൂടുതൽ മുടി വളർത്തിയ ഒരാളുണ്ടായിരുന്നു. ആ പുള്ളിക്കാരനൊക്കെ വന്ന് എന്റെ കൂടെ ഫോട്ടോ എടുത്തിട്ട് പോയതാണ്. പിന്നെ എന്തിനാണ് ഇങ്ങനെ പറഞ്ഞത് എനിക്ക് അറിയില്ല. ചിലപ്പോൾ വൈറലാവാൻ വേണ്ടിയിട്ടായിരിക്കും. തിരിച്ചു പൊക്കോട്ടെ. എന്തോ അസത്യം പറഞ്ഞെന്ന് പറഞ്ഞു. അത് എന്താ പറയുന്നത് എനിക്കിനി അറിയത്തില്ല. പിന്നെ രണ്ടാമത് എനിക്ക് തോന്നുന്നു ലേറ്റ് ആയ സമയത്ത് ഞാൻ പെട്ടെന്ന് എന്നെ എന്തോ വിളിക്കുന്ന ടൈമിൽ ഞാൻ പെട്ടെന്ന് മൈൻഡ് ചെയ്യാണ്ട് പോയി. നമുക്ക് നമ്മുടേതായിട്ടുള്ള കാര്യങ്ങളുണ്ടേ. അപ്പൊ അയാൾക്ക് വിളിച്ച സമയത്ത് പെട്ടെന്ന് ഫോട്ടോ എടുത്തു കഴിഞ്ഞു. പിന്നെ വീണ്ടും വിളിച്ച സമയത്ത് ഞാൻ പോയില്ല. ഞാൻ എന്റെ ജോലി നോക്കി പോയി. ഊട്ടി പോവാന്ന് എപ്പോഴും വിളിക്കും. ഊട്ടി പോവാന്ന് മനസ്സിലായി. ഊട്ടി പോയി ഒരു പെൺകുട്ടി എന്തോ ഇത് പറയുന്നുണ്ടായിരുന്നല്ലോ, ഇഷ്ടമാണെന്നോ നീ ചതിച്ചു എന്നൊക്കെ ഒരു രീതിയിലൊരു ഇത് വീഡിയോ വന്നിട്ടുണ്ടല്ലോ, അങ്ങനത്തെ സംഭവം. അത് പണ്ട് വന്നതല്ലേ, ലേറ്റസ്റ്റ് ആയിട്ട് വന്നില്ല. അങ്ങനെ കുറേ ഒന്നും വന്നിട്ടില്ല. പക്ഷേ കല്യാണമാണെന്നൊക്കെ പറഞ്ഞു നാളെ കല്യാണം എന്ന രീതിയിൽ പോസ്റ്റ് വന്നു. അത് ഭയങ്കര വിഷമമായി. കാരണം അത് വിഷമമായെന്ന് പറഞ്ഞാൽ അവളെ കുറിച്ച് ഓർത്തിട്ടില്ല. എൻ്റെ സെൽഫി എടുത്തിട്ട് ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്യുക, അത് മഹാ തെണ്ടിത്തരം വൃത്തികെട്ട രീതിയാണെന്നേ പറയാൻ പറ്റുള്ളൂ. കാരണം അവളെ പോലത്തെ ഒരു വ്യക്തി, എന്നെ പോലത്തെ ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ സെലിബ്രിറ്റി ഇമേജിലുള്ള ഞാൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ അറിയാമല്ലോ, അത്യാവശ്യം റീച്ച് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം പറഞ്ഞാൽ ഡൗൺ നിന്ന റീച്ച് വരെ ഷിയാസിനെ എല്ലാത്തും പറഞ്ഞാൽ ഇരട്ടിയായി. അല്ലടാ, അത് ഒരു കാര്യമുണ്ടല്ലോ. അപ്പോൾ നീ ഓൾറെഡി ഇപ്പോൾ നമ്മളിപ്പോൾ ഷോ കഴിഞ്ഞ് ഇറങ്ങി വരുമ്പോൾ ആളുകളുടെ ഒപ്പം നീ എടുക്കുന്നുണ്ട്, അനുവാദം ചോദിച്ചിട്ട് സെലിബ്രിറ്റികളുടെ ഒപ്പം, സിനിമ താരങ്ങളുടെ ഒപ്പം നീ എടുക്കുന്നുണ്ട്. അപ്പോൾ നിന്റെ ഇപ്പം നീ അവരുടെ ഫോട്ടോ ഉപയോഗിച്ച് ചുമ്മാ നമ്മൾ ഒരു സംസാരത്തിൽ പറയുകയാണ്. അപ്പോൾ അത് തന്നെ ആ കുട്ടി ഇപ്പോൾ റിയാന്ന് പറഞ്ഞാൽ ആ കുട്ടിയും ചെയ്യുമ്പോൾ അപ്പോൾ നിനക്ക് എന്തുകൊണ്ടാണ് അങ്ങനെ വിഷമം വരാൻ കാരണം? വിഷമം പറയാൻ കാരണം എന്ന് പറഞ്ഞാൽ അതൊരു മോശം തരവും. കാരണം ഇപ്പോൾ സെൽഫി എടുത്ത സമയത്തൊന്നും പോസ്റ്റ് ചെയ്യാണ്ടിട്ട് ഇപ്പോൾ അവള് പെട്ടി തുറന്ന് ശാരീരികമായിട്ട് പീഡിപ്പിച്ചു, അതാണ് പിടിച്ചു കാണിച്ചു എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ പറഞ്ഞിട്ട് ലാസ്റ്റ് ഇപ്പോൾ 8 മാസം കഴിഞ്ഞിട്ട് പിന്നെ ഫോട്ടോ ഇടുന്നത് ഒരു തെണ്ടിത്തരമെന്ന് പറയാം. കാരണം അവളുടെ പേജ് അറിയോ എനിക്ക് റിയാസറിയുടെ എന്ത് പേജാന്നറിയോ, എന്ത് വൾഗറിറ്റിയാ ചെയ്യണത്. വൾഗർ ചെയ്യുന്ന ഒരു വ്യക്തിയെ നമ്മൾ ലൈഫിലേക്ക് കൊണ്ടുവരുന്നു തോന്നുന്നുണ്ട്, അല്ലെങ്കിൽ തന്നെ കൊണ്ടുവരില്ല. പക്ഷേ പറയുന്നതാണ്. കാരണം എനിക്ക് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ഇപ്പോൾ എനിക്ക് സിനിമ താരത്തേനൊന്നും കെട്ടാൻ താല്പര്യമില്ല, മൊത്തമൊക്കെ പറയാം. കാരണം ഞാൻ ഭാവിയിൽ ഏതെങ്കിലും താരത്തെ പ്രണയിച്ച് ചെയ്യുമ്പോൾ ചിലപ്പോൾ കെട്ടിപ്പോകാം ഭാവിയിൽ ഇപ്പോഴെങ്കിലും. അപ്പോൾ ഇപ്പം ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്ന വ്യക്തികൾ നമുക്ക് സമ്മതം തന്നു കഴിഞ്ഞാൽ നമുക്ക് ജീവിതോത്സവം വരെ ഉണ്ടാകാം. ഇല്ലെങ്കിലുള്ള കാര്യം ഞാൻ പറഞ്ഞതാണ്, മനസ്സിലായി. ഇപ്പോൾ ഈ വിഷയത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ അവള് പണിവെക്കാൻ തന്നെ നിൽക്കുന്നത്. അവള് പറയണത് ഊട്ടി പോവാന്ന് എപ്പോഴും വിളിക്കും. ഊട്ടി പോവാന്ന് മനസ്സിലായി. ഊട്ടി പോയി റൂം എടുക്കാന്നൊക്കെയാണ് പറഞ്ഞ് എപ്പോഴും വിളിക്കുന്നത് രാത്രിയാകുമ്പോൾ. ഞാൻ എടുക്കാറില്ല. പക്ഷേ അത് നീ പറയുന്നത് സത്യമായ കാര്യങ്ങളാണോ, അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ ഇത് മാധ്യമമാണല്ലോ, മീഡിയ ആണ്, ഇത്രയും ജനങ്ങളുടെ മുമ്പിലാണ് ഈ കാര്യങ്ങൾ പറയുന്നത്. ആ കുട്ടി നിനക്കെതിരെ എന്തെങ്കിലും ഒരു കാരണം അവൾ എന്നെ പറ്റി കളിയാക്കി പാടിയ പാട്ടെന്തെങ്കിലും ഉണ്ട്. ഞാൻ പറഞ്ഞു ഇപ്പൊ നീ വിളിച്ചില്ലേ ഊട്ടിയിലേക്ക് പോവാന്ന് പറഞ്ഞ ഈ കാര്യം, ആ കുട്ടി ഊട്ടിയിലേക്ക് ഈ കാര്യം ആ കുട്ടി ഒരു കംപ്ലൈന്റ് ചെയ്യുകയാണെങ്കിൽ നിനക്കത് എതിരെ വന്നില്ലേ? കംപ്ലൈന്റ് സത്യമാണെങ്കിൽ നിന്റെ തെളിവുകളുണ്ടോ? തെളിവുകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവളുടെ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് ആണല്ലേ, ആണാണെന്ന് അവൾ എന്നോട് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് ലേറ്റസ്റ്റ് ആയിട്ടുള്ള റീൽസ് ഒക്കെ ഷൂട്ട് ചെയ്യുന്നത് അതല്ലടാ ചോദിച്ചത്. നീ പറഞ്ഞല്ലോ ഊട്ടിയിലേക്ക് പോവാന്ന് പറഞ്ഞ ആള് ഇങ്ങനെ മെസ്സേജ് ഇത് നീ ഒരു സ്ത്രീയെ കുറിച്ച് മോശമായിട്ട് സംസാരിക്കുവാണല്ലോ മാധ്യമത്തിന് മുമ്പില്. ആ കാര്യം ഇപ്പൊ ആ കുട്ടി ഒരു പരാതിയായിട്ട് കൊടുക്കുകയാണ്. അപ്പൊ നീ ഇങ്ങനെ മാധ്യമത്തിന് മുമ്പിൽ മോശമായി കുറിച്ച് പറഞ്ഞു. ഇതിന് തെളിവുകളുണ്ടോ എന്ന് വെച്ചാൽ ആ കുട്ടി ശരിക്കും നിന്നോട് പറഞ്ഞിട്ടുണ്ടോ? നീ അത് എനിക്കറിയാലോ, നമ്മളെ വട്ടനാക്കാനോ ഭ്രാന്തനാക്കിയിട്ട് ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ സമ്മതിക്കത്തില്ല. അതുകൊണ്ടാണല്ലോ ഇപ്പോൾ ബ്രൈറ്റ് ഇപ്പൊ വിളിച്ച് ഭീഷണിപ്പെടുത്തുന്ന ഇടക്കിടക്ക്. അവള് പറഞ്ഞ ഇടക്കിടക്ക് കാണാൻ പോയിട്ടെന്നാ പറയുക. കാണാൻ വിളിച്ചാൽ വെറുതെ വേറെ ഇതൊന്നും ഉണ്ടായിട്ടില്ല. ഇത് കഴിഞ്ഞിട്ട് ഒരു ദിവസം പോയിരുന്നു, വല്ല ഇതൊന്നും ഉണ്ടായിട്ടില്ല. മറ്റേ എന്തായാലും പാർക്കിൽ ബീച്ചിൽ പോയാലും വലിയ ശാരീരികമായിട്ടുള്ള ഇത് വരുമെന്ന് തോന്നുന്നില്ല. പക്ഷേ എന്തെങ്കിലും തെളിവ് കൊണ്ടുവരട്ടെ. കാരണം